നമസ്കാരം. തൃശൂർ ആനക്കല്ലിന് നടുക്കിയ ഉണ്ണിമായയുടെ കൊലപാതകത്തിൽ കൂടുതൽ നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ച് 7 വർഷം ഒന്നിച്ചു കഴിഞ്ഞിട്ടും വെറും സംശയത്തിന്റെ പേരിൽ ആജീവൻ ശിവപ്രസാദ് കവർന്നെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് പോകുവാൻ തയ്യാറെടുക്കവെയാണ് ഉണ്ണിമായ ഭർത്താവ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത്. അമ്മയെ ഞാൻ അവളെ കൊന്നു എന്ന് യാതൊരു ഭാവമാറ്റവുമില്ലാതെ ശിവപ്രസാദ് പറഞ്ഞത് കേട്ട് തകർന്നു പോയത് ഒരു നാട് മുഴുവനാണ്. 6 മാസം മുൻപും സമാനമായ രീതിയിൽ ഉണ്ണിമായെ ഇയാൾ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. അന്ന് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആ 3.5 വയസ്സുകാരിയുടെ അമ്മയ്ക്ക് ഇത്തവണ കാലം വന്നത് സ്വന്തം ഭർത്താവിന്റെ രൂപത്തിൽ തന്നെയാണ്. മകളുടെ ഫോൺ പോലും വാങ്ങിച്ചു വെച്ച് അവളുടെ ഓരോ ചലനങ്ങളെയും സംശയദൃഷ്ടിയോടെ നോക്കിയിരുന്ന ഒരു ഭ്രാന്തൻ മനസ്സാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് പിതാവ് ജയൻ പറയുന്നു. കയ്യിലുണ്ടായിരുന്ന ഏക മകൾ നായറയെ ഓർത്തെങ്കിലും ഉണ്ണിമായ ആ നരകത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. തൃശൂർ ആനക്കല്ലിലെ ആ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി ശിവപ്രസാദിന്റെ മൊഴികൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പോലീസും. സംശയരോഗം തലയ്ക്ക് പിടിച്ച ഒരു ഭർത്താവ് എത്രത്തോളം ക്രൂരനാകാവുന്നതിന്റെ തെളിവാണ് ഉണ്ണിമായയുടെ കൊലപാതകം. കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ണിമായയുടെ മൊബൈൽ ഫോൺ വരെ ശിവപ്രസാദ് പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. അമ്മയുടെ ഫോൺ ഉപയോഗിച്ചാണ് ഉണ്ണിമായ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരുന്നത്. മൃതദേഹം കണ്ടതിനു ശേഷം ഓടിയെത്തിയ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ പോലും തടയുവാൻ കാണിച്ച ശിവപ്രസാദിന്റെ ചങ്കൂറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. പ്രണയവിവാഹമായിരുന്നിട്ടും ക്രൂരപീഡനങ്ങളാണ് ഉണ്ണിമായ കഴിഞ്ഞ 7 വർഷം അനുഭവിച്ചത്. വിഷുവിന് വീട്ടിലെത്തിയപ്പോൾ പോലും ചിരിച്ചു നിന്ന മകൾ എങ്ങനെ മടങ്ങി വരുമെന്ന് ആ പിതാവ് കരുതിയിരുന്നില്ല. 3.5 വയസ്സുകാരി നയറക്കിനി അമ്മയില്ല. അവളെ പൊന്നുപോലെ നോക്കിയിരുന്ന അമ്മയെ സ്വന്തം അച്ഛൻ തന്നെ ഇല്ലാതാക്കി. തൃശൂർ ആനക്കല്ലിലെ ഉണ്ണിമായുടെ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് ശിവപ്രസാദിന്റെ തീരാത്ത സംശയമാണ്. എയർ കണ്ടീഷൻ സർവീസ് സെന്ററിൽ ജോലിക്ക് പോയിരുന്ന ഉണ്ണിമായയെ സംശയത്തിന്റെ പേരിൽ ഇയാൾ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. 6 മാസം മുൻപും ഇയാൾ ഇത്തരത്തിൽ ഉണ്ണിമായെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ നാടിനെ ഞെട്ടിക്കുന്നു. വീടിന് മുകളിലെ മുറിയിൽ മൃതദേഹം കണ്ടെത്തുമ്പോൾ താഴെ കൂളായി തന്റെ അമ്മയോട് അവളെ കൊന്നുവെന്ന് പറഞ്ഞ ഈ ശിവപ്രസാദിന്റെ ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ഉണ്ണിമായയുടെ മരണം വെറും ഒരു കൊലപാതകമല്ല, മറിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും സമൂഹത്തിനും നേരെ വിരൽ ചൂണ്ടുന്ന വലിയൊരു ചോദ്യചിഹ്നമാണ്. 6 മാസം മുൻപാണ് ഇതേ ശിവപ്രസാദ് തന്നെ ഉണ്ണിമായെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച് ആശുപത്രിയിലായത്. അന്ന് ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ 3.5 വയസ്സുകാരിക്ക് ഇന്ന് തന്റെ അമ്മയെ നഷ്ടമാകില്ലായിരുന്നു. സംശയരോഗം എന്ന പേരിൽ ഇത്തരം ഗാർഹിക പീഡനങ്ങൾ എത്രത്തോളം നിസ്സാരമാണ് നാം കാണുന്നത്. മകളുടെ ഫോൺ പിടിച്ചു വയ്ക്കുകയും അമ്മയുടെ ഫോൺ ഉപയോഗിക്കുവാൻ നിർബന്ധിതമാക്കുകയും ചെയ്ത ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രത്തോളമായിരിക്കും? പ്രണയവിവാഹത്തിന്റെ പേരിൽ ഇത്തരം ക്രൂരതകൾ വീട്ടുകാരെ അറിയിക്കാൻ മടിക്കുന്ന പെൺകുട്ടികൾക്ക് ഉണ്ണിമായുടെ ജീവിതം ഒരു മുന്നറിയിപ്പാണ്. ആശുപത്രി വാസത്തിനു ശേഷവും ഇവർ എങ്ങനെ വീണ്ടും ഒന്നിച്ചു താമസിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനാണ്, പക്ഷെ ഇത്തരം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല. വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഉണ്ണിമായയുടെ അച്ഛൻ ജയൻ ഇത് പറയുമ്പോൾ അതൊരു നാടിന്റെ കൂടി മുഴുവൻ വേദനയാണ്. കുറച്ചു ദിവസങ്ങളായി മകൾ നയറയെ സ്വന്തം വീട്ടിലാക്കിയാണ് ഉണ്ണിമായ ജോലിക്ക് പോയിരുന്നത്. ഒരുപക്ഷെ ശിവപ്രസാദിന്റെ സ്വഭാവ മാറ്റത്തിൽ ഭയന്നാണോ കുഞ്ഞിനെ പോലും മാറ്റി നിർത്തിയത് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. കൊലപാതകം നടന്ന ദിവസം രാവിലെ ശിവപ്രസാദിന്റെ അമ്മയോട് നേരിട്ട് ചെന്ന് ഞാൻ അവളെ തീർത്തുവെന്ന് പറഞ്ഞ ക്രൂരമായ ലാഘവം പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നുണ്ട്. അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ അവരെ തടയുവാനും വീടിനുള്ളിലേക്ക് കടത്തിവിടാതിരിക്കുവാനും പ്രതി ശ്രമിച്ചതിൽ നിന്ന് കൃത്യമായ പ്ലാനിംഗ് കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശൂരിലെ ശക്തൻ മാർക്കറ്റിലെ തൊഴിലാളിയായ ശിവപ്രസാദിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അമ്മ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഓടിച്ചെല്ലുവാൻ കാത്തിരുന്ന 3.5 വയസ്സുകാരി നയറയ്ക്ക് ഇനി ആരും ഉമ്മകൾ നൽകാനില്ല. പൂങ്കുന്നത്തെ എയർ കണ്ടീഷൻ സെന്ററിൽ പോയിരുന്നത് സ്വന്തം മകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ്. എന്നാൽ തന്റെ പിതാവ് തന്നെ തന്റെ അമ്മയുടെ അന്തകനാകുമെന്ന് ആ കുരുന്നും അറിഞ്ഞില്ല. തൃശൂരിലെ ശക്തൻ മാർക്കറ്റിൽ കൂലിപ്പണിയെടുക്കുന്ന ശിവപ്രസാദ് തന്റെ ക്രൂരതകൾ ഒളിപ്പിച്ചു വെക്കുവാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. സംശയമെന്ന രോഗം ഒരു മനുഷ്യനെ എങ്ങനെ മൃഗമാക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇയാൾ. ജോലിക്ക് പോകാൻ ഇറങ്ങിയ നേരം തന്നെ തർക്കമുണ്ടായി. ആരും രക്ഷിക്കാനില്ലാത്ത വീടിന്റെ മുകൾ നിലയിൽ വെച്ച് തന്നെ ക്രൂരമായി ശ്വാസം വിട്ടിച്ചു കൊന്നു. ആ ചോരക്കറ പുരണ്ട ചോദ്യങ്ങൾക്ക് നിയമം അർഹമായ മറുപടി തന്നെ നൽകുമെന്ന് നമുക്ക് കരുതാം. സ്നേഹം അധികമാകുമ്പോഴല്ല, മറിച്ച് മനസ്സിൽ സംശയം എന്ന രോഗം വേര് പിടിക്കുമ്പോഴാണ് പ്രണയ വിവാഹങ്ങൾ പോലും കൊലക്കളമായി മാറുന്നത്. ഈ ആനക്കല്ലിലെ ശിവപ്രസാദും ഒരു സാധാരണ ഭർത്താവായിരുന്നില്ല, മറിച്ച് ഒഥല്ലോ സിൻഡ്രോം എന്ന് വിളിക്കാവുന്ന ഗുരുതരമായ സംശയരോഗത്തിന് അടിമയാണ്. സ്വന്തം ഭാര്യയുടെ ഫോൺ പിടിച്ചു വയ്ക്കുക, പുറം ലോകവുമായുള്ള ബന്ധം തടയുക, നിരന്തരം ചോദ്യം ചെയ്യുക, ഇതൊന്നും സ്നേഹത്തിന്റെ ലക്ഷണങ്ങളല്ല, മറിച്ചൊരു ക്രിമിനൽ മൈൻഡിന്റെ തുടക്കമാണ്.
6 മാസം മുൻപ് ഉണ്ണിമായെ കഴുത്തുഞ്ഞിരിക്കുമ്പോഴും ഇതൊരു മാനസിക പ്രശ്നമായി കണ്ട് ചികിത്സ നൽകുന്നതിന് പകരം വീണ്ടും ഒന്നിച്ച് താമസിപ്പിച്ചത് വലിയൊരു പിഴവായി മാറി. ഇത്തരക്കാർക്ക് തന്റെ ഇരയെ മറ്റാരും കാണരുതെന്ന വികലമായ ചിന്താഗതി ഉണ്ടാകും. ഉണ്ണിമായ ജോലിക്ക് പോകുന്നത് പോലും ഇയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ആ പകയും സംശയവുമാണ് ഒടുവിൽ ആനക്കല്ലിലെ വീടിന് മുകൾ നിലയിൽ വരെ ഒരു ജീവൻ എടുക്കുവാൻ കാരണമായി മാറിയത്. ഞാൻ അവളെ കൊന്നുവെന്ന് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി ശിവപ്രസാദ് പറയുമ്പോൾ പോലും അവിടെ ഒരു പശ്ചാത്താപത്തിന്റെ നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് സംശയരോഗികളായ കുറ്റവാളികളുടെ രീതി. താൻ ചെയ്തത് ശരിയാണെന്നും തന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഇത് ചെയ്തതെന്നുമുള്ള ഒരുതരം വികലമായ ന്യായീകരണം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടാകും. ഉണ്ണിമായയുടെ ഫോൺ വാങ്ങിവെച്ച് അവളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി ആനന്ദം കണ്ടെത്തിയിരുന്ന ശിവപ്രസാദ് ഉണ്ണിമായ തന്റെ അമ്മയുടെ ഫോൺ ഉപയോഗിക്കുന്നത് പോലും വലിയ തെറ്റായിട്ടാണ് കണ്ടിരുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ എന്നതിനപ്പുറം ഒരാളെ ഇഞ്ചിഞ്ചായി മാനസികമായി തളർത്തുന്ന ഗ്യാസ് ലൈറ്റിംഗ് രീതി തന്നെയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ പോലും പുറമേ കാണിച്ച ആ ചിരിക്ക് പിന്നിൽ ഒരു കൊലയാളിയുടെ കറുത്ത മനസ്സ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിന് മുൻപേ ഇത്തരക്കാർ അവളെ മാനസികമായി തടവിലാക്കും. ഉണ്ണിമായയുടെ കാര്യത്തിലും സംഭവിച്ചത് അതാണ്. സംശയരോഗിയായ ഭർത്താവ് അവളുടെ മൊബൈൽ ഫോൺ വരെ തട്ടിയെടുത്തു. സ്വന്തം വീട്ടുകാരോട് പോലും സംസാരിക്കാൻ മറ്റൊരു ഫോണിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ അത് എത്രത്തോളമായിരിക്കും? സംശയരോഗം ഒരു ക്രിമിനൽ സ്വഭാവമായി മാറുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും തന്നെ അയാൾ കാണിച്ചിരുന്നു. 6 മാസം മുൻപ് മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടും അയാൾ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരിക്കാം ഉണ്ണിമായ ആ നരകത്തിലേക്ക് വീണ്ടും മടങ്ങിയത്. എന്നാൽ നന്നാകേണ്ടത് സ്വഭാവമല്ല, മറിച്ച് ചികിത്സിക്കേണ്ടത് ആ മനസ്സിന്റെ രോഗമായിരുന്നു. സംശയരോഗത്തിന്റെ പേരിൽ ഭാര്യയെ കൊല്ലുന്നവർക്ക് നൽകുന്ന ശിക്ഷ ഇനിയൊരു ശിവപ്രസാദുമാർ ഉണ്ടാകാതിരിക്കാനുള്ള താക്കീതാകണം. ഉണ്ണിമായ പോയി. ഇനി ആ 3.5 വയസ്സുകാർക്ക് മുന്നിൽ ബാക്കിയുള്ളത് നീർന്ന ഓർമ്മകൾ മാത്രമാണ്. അമ്മയുടെ തണലിൽ വളരേണ്ട പ്രായത്തിൽ സ്വന്തം അച്ഛന്റെ ക്രൂരതയ്ക്കിരയായി അമ്മയെ നഷ്ടപ്പെട്ട നയറയുടെ ഭാവി ഇനി എങ്ങോട്ടാണ്? സംശയമെന്ന മാറാരോഗം ഒരു കുടുംബത്തെ ഒന്നാകെ ചുട്ടരിച്ചപ്പോൾ അനാഥമായത് ഒരു കുരുന്നിന്റെ സ്വപ്നം കൂടിയാണ്. ഇനി ഒരു ഉണ്ണിമായ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നീതിപീഠത്തിൽ നിന്നും ശിവപ്രസാദിന് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്നോ ആ കുഞ്ഞുണ്ടെന്നോ ഉള്ള പരിഗണന പോലും നൽകാതെയാണ് ശിവപ്രസാദ് ആ ദാരുണ കൃത്യം ചെയ്തത്. ഗാർഹിക പീഡനങ്ങളെയും സംശയരോഗത്തെയും സ്നേഹം എന്ന പേരിൽ വിളിച്ച് ന്യായീകരിക്കുന്നവർക്ക് ഉണ്ണിമായുടെ ജീവിതം ഒരു പാഠമാകണം. ഒരിക്കൽ മരണത്തിന്റെ വക്കോളം എത്തിയപ്പോൾ ലഭിച്ച സൂചനകൾ അവഗണിക്കപ്പെടാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ഇന്ന് നമുക്കിടയിൽ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇത്തരം ക്രിമിനൽ ചിന്താഗതിക്കാരെ തിരിച്ചറിയുവാനും പ്രതികരിക്കുവാനും ഇനിയെങ്കിലും നമ്മുടെ സമൂഹം തയ്യാറാകണം. കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ജോലിക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നതിടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് നടന്ന ഈ ക്രൂരകൃത്യം ആനക്കല്ല് ഗ്രാമത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിയമം അതിന് വഴിക്ക് നീങ്ങുമ്പോൾ ഉണ്ണിമായുടെ മരണത്തിന് പിന്നിലെ എല്ലാ വസ്തുതകളും പുറത്തു വരുമെന്ന് തന്നെ കരുതാം.